മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെ എതിരെ നരഹത്യാ കുറ്റം ചുമത്തി. കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന പ്രതിയുടെ വാദം കോടതി തള്ളി. പ്രതി വിചാരണ നേരിടണമെന്ന് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടു. സിറാജ് ദിനപത്രത്തിന്റെ ബ്യൂറോ ചീഫ് KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നരഹത്യാ കുറ്റം ചുമത്തി. പ്രതിയെ കോടതി നേരിട്ട് തയ്യാറാക്കിയ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചാണ് കുറ്റം ചുമത്തിയത്. വായിച്ചു കേട്ട കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് കുറ്റം നിഷേധിക്കുകയാണ് പ്രതി ചെയ്തത്. തുടർന്ന് ജഡ്ജി KP അനിൽകുമാർ ആണ് പ്രതിക്ക് മേൽ കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ ഉത്തരവിട്ടത്. ശ്രീറാം വെങ്കിട്ടരാമൻ തുടർച്ചയായി ഹാജരാകാതിരുന്നതിൽ കുറ്റപത്രം വായിക്കുന്നത് പലതവണ കോടതി മാറ്റിവെച്ചിരുന്നു. കഴിഞ്ഞ തവണ പ്രതിയെ വാക്കാൽ ശാസിച്ച കോടതി നേരിട്ട് ഹാജരാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ശ്രീറാം കോടതിയിൽ നേരിട്ടെത്തിയത്. പ്രതി കുറ്റം ചെയ്തതായി അനുമാനിക്കാൻ പ്രഥമ ദൃഷ്ടിയാലുള്ള തെളിവുകൾ കോടതി മുമ്പാകെ ഉള്ളതായി കുറ്റം ചുമത്തൽ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ വേഗത്തിലാക്കാൻ വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും കൂടുതൽ തെളിവ് രേഖകൾ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 6-നകം ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ അമിതമായി മദ്യപിച്ച് വാഹനമിടിച്ച് KM ബഷീറിനെ കൊലപ്പെടുത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.